ഹായ്, നമസ്കാരം. എല്ലാ മനുഷ്യരും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് പുതുമ. അതായത് എല്ലാവർക്കും പുതുമയിൽ നിന്ന് പുതുമയിലേക്ക് പോകാനും പുതിയതെന്താണ് അതിനെപ്പറ്റി മനസ്സിലാക്കാനുള്ള ആഗ്രഹങ്ങളാണ് എപ്പോഴും. അത് മനുഷ്യൻ്റെ സഹജമായിട്ടുള്ളൊരു സ്വഭാവമാണ്. അത് നല്ലതുമാണ്. എപ്പോഴും നമ്മൾ പഴമയിൽ തന്നെ ഇരിക്കാതെ പുതുമയിലേക്ക് പോകുക എന്നുള്ളത് നല്ലൊരു കാര്യമല്ല. പലരുടെ മനസ്സും കളിപ്പാട്ടം കിട്ടിയ കുട്ടികളെ പോലെയാണ്. കാരണം ഇത് പുതിയത് കിട്ടുമ്പോൾ ഈ പഴയതിനോടുള്ള ഇഷ്ടം പോയിട്ട് അതിനെ കളഞ്ഞ് പുതിയതിനോട് പിന്നാലെ പോകും. പലപ്പോഴും നമ്മൾ കേട്ടിട്ടില്ലേ, പുസ്തകങ്ങൾ നമ്മൾ വായിച്ചു കഴിഞ്ഞ പുസ്തകങ്ങളെക്കാൾ നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്ന പുസ്തകങ്ങൾ അല്ലെങ്കിൽ ഇനി വായിക്കാനിരിക്കുന്ന പുസ്തകങ്ങളോടായിരിക്കും നമുക്ക് കൂടുതൽ താല്പര്യം ഉണ്ടാവുക. പക്ഷെ ചിലവരെന്ത് ചെയ്യുമോ വെച്ചാൽ ആ പഴയതും എനിക്കിഷ്ടപ്പെട്ടതായിരുന്നു എന്നുള്ള സന്തോഷത്തിൽ അതിനെ സൂക്ഷിച്ച് വെക്കും, ഇടയ്ക്കിടത്തൊന്ന് ക്ലീൻ ചെയ്ത് വെക്കും. അത് കളിപ്പാട്ടമാണെങ്കിലും ശരി, പുസ്തകമാണെങ്കിലും ശരി, ഇഷ്ടപ്പെട്ട വല്ല വസ്തുക്കളാണെങ്കിലും ശരി, ബന്ധങ്ങളും തന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മളതൊന്ന് കോണ്ടാക്ട് ചെയ്തിട്ട് അതിനെ ഒന്ന് ഫ്രഷാക്കി വെക്കാൻ ശ്രമിക്കും. ചിലവരെന്താ വെച്ചാൽ പുതുമയിലേക്ക് പോകുമ്പോൾ ഈ പഴയതിനെ മുഴുവൻ അങ്ങോട്ട് മറന്നിട്ട് അതിൻ്റെ പിന്നാലെ തന്നെ പോവും. പക്ഷെ അത് ശരിയാണോ? അല്ല. അതായത് എനിക്ക് വിമാനത്തിൽ യാത്ര ചെയ്യാൻ പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമായിരുന്നു. പഠിക്കുന്ന കാലത്ത് എപ്പോഴെങ്കിലും ഞാൻ മരിക്കുന്നതിന് മുമ്പ് എന്നൊക്കെയാണ് മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അതായത് അത്രയും സാഹചര്യം ഇല്ലാത്തൊരു സമയമായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് കല്യാണമൊക്കെ കഴിഞ്ഞപ്പോൾ ഹസ്ബൻഡിൻ്റെ കൂടെ ആദ്യത്തെ യാത്ര ചെന്നൈ ടു തിരുവനന്തപുരമായിരുന്നു. ഞാൻ സ്വർഗത്തിലേക്ക് പോണ പോലെ വിമാനത്തിൻ്റെ അകത്തേക്ക് കയറിയതും ഇരുന്നതും പോയതും വന്നതും ഒക്കെ എന്തോ ഒരു സ്വപ്നം പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു. അതൊരു 1-2 പ്രാവശ്യം അതുമാതിരി പോയി കഴിഞ്ഞപ്പോൾ എനിക്ക് പതുക്കെ എൻ്റെ മനസ്സിൽ തോന്നാൻ തുടങ്ങി, ഇതിനേക്കാൾ സുഖമല്ലേ നമ്മൾ സാധാരണ ബസ്സിൻ്റെ സൈഡ് സീറ്റിലിരുന്നിട്ട് നല്ല പാട്ടും കേട്ട് നല്ല ഇളം കാറ്റും കൊണ്ടുകൊണ്ട് യാത്ര ചെയ്യുന്ന സുഖം ഈ വിമാനത്തിൽ പോകുമ്പോൾ കിട്ടുന്നില്ല. അതിലിരുന്ന് കഴിയുമ്പോഴേ നമുക്കറിയുള്ളൂ. അതുപോലെയാണ് ഓരോ കാര്യങ്ങളും. നമ്മുടെ കൈ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ അത് കിട്ടാൻ വേണ്ടി നമ്മൾ എന്തൊക്കെയോ ചെയ്യും, പ്രാർത്ഥിക്കും, അതിനുവേണ്ടി അധ്വാനിക്കും. അത് നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിയുമ്പോൾ നമുക്കതിനോട്ടുള്ള ആഗ്രഹം തീർന്നു. പുതുമ വേണം, പക്ഷേ അതുകൊണ്ട് പഴമ ഫുൾ തള്ളിക്കളഞ്ഞുകൊണ്ടുള്ള പുതുമയല്ല ആവശ്യം. പഴമയിലെ നല്ലതും പുതുമയിലെ നല്ലതും നമുക്ക് ചേർത്ത് പിടിക്കാം. നന്നല്ലാത്ത കാര്യങ്ങൾ നമുക്ക് അവഗണിക്കാം. അതല്ലേ നല്ലത്?